മറുനാടൻ മലയാളിയും പാലാ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും സംയുക്തമായി നടത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 സർവേയുടെ രണ്ടാം ഘട്ട ഫലം പുറത്തുവിടുകയാണ്. ആദ്യഘട്ട സർവേയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ചിത്രം തന്നെയാണ് രണ്ടാം ഘട്ട സർവേയിൽ ഉള്ളത്. സർവേയിലും ഉത്തര മലബാറിലെ 5 മണ്ഡലങ്ങളിലെ ഫലം പുറത്തുവിടുമ്പോൾ 3 സീറ്റുകളുമായി UDF മുന്നിൽ നിൽക്കുന്നുവെന്നാണ് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ. വയനാട്, കണ്ണൂർ, വടകര സീറ്റുകളിൽ ഐക്യമുന്നണി മുന്നിട്ട് നിൽക്കുമ്പോൾ കാസർഗോഡ്, കോഴിക്കോട് മണ്ഡലങ്ങളിലാണ് ഇടതുമുന്നണി മുന്നിട്ട് നിൽക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായി കരുതപ്പെടുന്ന കാസർഗോഡ് സർവേ പ്രകാരം തീ പാറുന്ന പോരാട്ടത്തിന്റെ സൂചനകളാണ് ലഭിക്കുന്നത്. തങ്ങളുടെ ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ ഇടതുമുന്നണി മുന്നിലെത്തിയിരിക്കുന്നത് വെറും 2% വോട്ടുകൾക്ക് മാത്രമാണ്. മറുനാടന്റെ ഒന്നാം ഘട്ട സർവേയിൽ നിന്ന് 1% വോട്ടുകൾ ഇപ്പോൾ LDFന് കുറവാണ്. UDF സ്ഥാനാർത്ഥിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നതോടെ പോരാട്ടം പാരമ്യതയിലെത്തിയ മണ്ഡലമാണിത്. പെരിയ ഇരട്ടക്കൊലയും രാജ്മോഹന്റെ ചുറുചുറുക്കുമെല്ലാം UDFന് ഇവിടെ ഗുണം ചെയ്യുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വരവടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇടതുമുന്നണി പിടിച്ചു നിൽക്കുന്നത് സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രന് ജനകീയ പ്രതിച്ഛായയും നാട്ടുകാരൻ എന്ന ആനുകൂല്യത്തിലുമാണ്. ഒപ്പം കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിലെ പരമ്പരാഗത വോട്ടർമാരും CPMന്റെ സംഘടനാ ശക്തിയും അവർക്ക് മുതൽക്കൂട്ടാണ്. 1989 മുതൽ തുടർച്ചയായി ഇടതുമുന്നണി ജയിക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി T സിദ്ദിഖ് മത്സരിച്ച കഴിഞ്ഞ തവണ മാത്രമാണ് CPMന്റെ ഭൂരിപക്ഷം ആശങ്കാജനകമായി കുറഞ്ഞത്. വെറും 6921 വോട്ടിനാണ് ഇടതു സ്ഥാനാർത്ഥി P കരുണാകരൻ കടന്നുകൂടിയത്. തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 84,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ രീതിയിൽ കുറഞ്ഞത് ഇടതു കേന്ദ്രങ്ങളിൽ ആശങ്ക ഉയർത്തിയതാണ്. കന്നഡ മേഖലയിൽ കാര്യമായി സ്വാധീനമുള്ള തന്ത്രിയെയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ BJPയുടെ K സുരേന്ദ്രൻ ഇവിടെ 1,72,826 വോട്ടുകൾ നേടിയിരുന്നു. സർവേ പ്രകാരം 20% വോട്ടുകൾ നേടുന്ന BJPക്കും വോട്ട് വർധന പ്രതീക്ഷിക്കാം. കാസർഗോഡ് ഒന്നാം ഘട്ട സർവേയിൽ LDFന് 40% വോട്ടുകളും UDFന് 37%, NDAക്ക് 18% വോട്ടുകളുമാണ് ലഭിച്ചത്. എന്നാൽ രണ്ടാം ഘട്ട സർവേയിൽ LDFന്റെ വോട്ട് 1% കുറയുകയാണ് ഉണ്ടായത്, 38%. നിലവിലെ LDFന്റെ വോട്ട് വിഹിതം. എന്നാൽ UDFന്റെ വോട്ടുകളിൽ മാറ്റം സംഭവിച്ചില്ല. NDAയുടെ വോട്ടിൽ 2% വർധനവാണ് രണ്ടാം ഘട്ടത്തിൽ മറുനാടൻ സർവേയിൽ ലഭിക്കുന്നത്. 18% നിന്നും അതിപ്പോൾ 20-ൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് NDAക്ക് ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നീ 5 നിയമസഭാ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി എന്നീ മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്ന കാസർഗോഡ് ലോക്സഭാ സീറ്റിൽ മഞ്ചേശ്വരവും കാസർഗോഡും ഒഴികെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ LDFന്റെ കയ്യിലാണ്. പക്ഷേ മഞ്ചേശ്വരത്തും കാസർഗോഡും BJPക്ക് പിറകിൽ 3-ാം സ്ഥാനത്താണ് LDF പോകാറ് എന്നതും അവർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ നിന്നും കാസർഗോട്ടെ തൃക്കരിപ്പൂരിൽ നിന്നും കിട്ടുന്ന വൻ ലീഡാണ് ഇടതുമുന്നണിയെ എക്കാലവും തുണച്ചിരിക്കുന്നത്.